കൈലാസ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തനതായ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദേവശില്പിയായ വിശ്വകർമാവ് ആണ് ഇവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഷുദിനത്തിൽ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഗുരുവായൂരിലെ വിഷ്ണുവിൻ്റെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ സൂര്യൻ വിഷുദിനത്തിൽ ആദ്യമായി വിഷ്ണുവിന് വന്ദനം അർപ്പിക്കുന്നു. ക്ഷേത്രത്തിന് കിഴക്കുവശത്തും പടിഞ്ഞാറ് വശത്തും ഓരോ കവാടങ്ങളുണ്ട്. ഭഗവത് ദർശന വശമായ കിഴക്കുവശത്തുള്ളതാണ് പ്രധാനം. തിരക്കില്ലാത്തപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഭഗവത് വിഗ്രഹം കാണാൻ സാധിക്കും. പണ്ട് കിഴക്കേ നടയിലെ മഞ്ജുലാലിൽ നിന്ന് നോക്കിയാൽ പോലും വിഗ്രഹം കാണാമായിരുന്നുമത്രേ. ഇരുവശത്തും ഇരുനില ഗോപുരങ്ങൾ പണിതിട്ടുണ്ട്. കിഴക്കേ നടയിലെ ഗോപുരത്തേക്കാൾ ഉയരം കുറവാണ് പടിഞ്ഞാറേ നടയിലെ ഗോപുരത്തിന്. കിഴക്കേ ഗോപുരത്തിന് 33 അടിയും പടിഞ്ഞാറേ ഗോപുരത്തിന് 27 അടിയും ഉയരം വരും. ദക്ഷിണമൊത്ത ചതുരാകൃതിയിലുള്ളതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. 2 നിലകളോടുകൂടിയ ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണം പൂശിയതാണ്. 1981 ജനുവരി 14 KTB മേനോൻ എന്ന ഭക്തൻ്റെ വഴിപാടായാണ് ശ്രീകോവിലിൻ്റെ മേൽക്കൂര സ്വർണം പൂശിയത്. വടക്കുഭാഗത്ത് അഭിഷേകജലം ഒഴുകുന്ന ഓവ് സ്ഥിതി ചെയ്യുന്നു. അകത്ത് 3 മുറികളുണ്ട്. അവയിൽ പടിഞ്ഞാറേ അറ്റത്താണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. പാതാളാന്തര ശൈലിയിൽ തീർത്ത മൂലവിഗ്രഹത്തോടു കൂടാതെ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത 2 വിഗ്രഹങ്ങൾ കൂടിയുണ്ട്. ഇവയിൽ സ്വർണത്തിൽ തീർത്ത വിഗ്രഹമാണ് നിത്യേന ശിവേലിക്ക് എഴുന്നള്ളിക്കാറുള്ളത്. 1975 പ്രശസ്ത വിഗ്രഹശില്പിയായിരുന്ന കൊടുങ്ങൂർ വേലപ്പനാചാര്യയും പുത്രനായ കുട്ടനാചാര്യയും ചേർന്നാണ് ഈ വിഗ്രഹം നിർമ്മിച്ചത്. വെള്ളിയിൽ തീർത്ത വിഗ്രഹം ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്തെ ശില്പികൾ 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഉത്സവകാലത്ത് മാത്രമേ ഇത് എഴുന്നള്ളിക്കാറുള്ളൂ. വിഗ്രഹത്തിന് പുറകിലായി അതിവിശേഷമായ ഒരു സാളഗ്രാമപ്പടി കൂടിയുണ്ട്. ഇതുവഴി വൈഷ്ണവ ചൈതന്യം 10 മടങ്ങ് വർദ്ധിക്കുന്നു. ചുവർ ചിത്രങ്ങൾ കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും അതിമനോഹരമായിട്ടുണ്ട് ഇവിടുത്തെ ശ്രീകോവിൽ. ശിവൻ മോഹിനിയെ കണ്ട് മയങ്ങുന്നത്, പാലാഴി മദനം, ശ്രീരാമ പട്ടാഭിഷേകം, ഗണപതി, ദക്ഷിണാമൂർത്തി, അങ്ങനെ നീളുന്നു ആ നിര. ശ്രീകോവിലിൻ്റെ വടക്കു കിഴക്കേ മൂലയിൽ വരച്ചു വച്ച താമരക്കണ്ണൻ്റെ ചിത്രം ഈ അടുത്ത കാലത്ത് വളരെയധികം ശ്രദ്ധിക്കുകയുണ്ടായി. നിലവിൽ ശ്രീകോവിൽ ചുവരുകളിൽ കാണപ്പെടുന്ന ചിത്രങ്ങൾ 1970-കളിലെ തീപിടുത്തത്തിന് ശേഷം വീണ്ടും വരച്ചു ചേർത്തവയാണ്. മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ, KK വാര്യർ, പട്ടാമ്പി ശേഖര വാര്യർ, MK ശ്രീനിവാസൻ എന്നീ ചുവർചിത്രകാരന്മാരും ശിഷ്യഗണങ്ങളും ചേർന്നാണ് അവ വരച്ചത്. ശ്രീകോവിലിൻ്റെ വാതിലുകൾ പിച്ചളയിൽ തീർത്ത് സ്വർണം പൂശിയവയാണ്. 101 മണികൾ ഈ വാതിലുകളിലുണ്ട്. ശ്രീകോവിലിലേക്ക് കയറാനായി സോപാനപ്പടികൾ കരിങ്കല്ലിൽ തീർത്തവയാണ്. എന്നാൽ ഇപ്പോൾ അവയും സ്വർണം പൂശിയിട്ടുണ്ട്. ഇരുവശത്തു നിന്നും കയറാൻ പറ്റുന്ന രീതിയിലുള്ള സോപാനപ്പടികളാണ് ഇവിടെയുള്ളത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സ്ഥിരം കണ്ടുവരാറുള്ള മിക്ക വഴിപാടുകളും ഗുരുവായൂരിലും ഉണ്ടാകാറുണ്ട്. പുരുഷസൂക്തം, ഭാഗ്യസൂക്തം, വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തരം, സന്താനഗോപാലം തുടങ്ങിയ വിവിധ മന്ത്രങ്ങൾ കൊണ്ടുള്ള അർച്ചനകൾ, പാൽപ്പായസം, നെയ്പായസം, അപ്പം, അട, വെണ്ണ, അവിൽ, മലർ തുടങ്ങിയവ നിവേദ്യങ്ങൾ, ലക്ഷ്മി നാരായണ പൂജ, സത്യനാരായണ പൂജ, വിഷ്ണു പൂജ തുടങ്ങിയ വിവിധതരം പൂജകൾ, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമം തുടങ്ങിയ ഹോമങ്ങൾ, നിത്യേനയുള്ള കളഭചാർത്ത്, തുളസി, താമര തുടങ്ങിയ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകൾ, നെയ്വിളക്ക്, എണ്ണവിളക്ക്, അങ്ങനെ പോകുന്നു ഈ പട്ടിക. എന്നാൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഉദയാസ്തമയ പൂജയും കൃഷ്ണനാട്ടവുമാണ്. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.